എല്ലാവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. രാജ്യത്തെ APL BPL വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു കേന്ദ്ര ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3 തവണയായി ധനസഹായം എത്തിച്ചേരുന്ന പദ്ധതിയാണിത്. PMMVY അഥവാ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതിയാണ്. ഈ പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷ നൽകുവാൻ സാധിക്കും. മാതൃവന്ദന യോജന പദ്ധതി നിലവിൽ പ്രഗ്നൻസി ടൈമിൽ രജിസ്റ്റർ ചെയ്യേണ്ട പദ്ധതിയാണ്. ഒരു കുട്ടിയെ പരിപാലിക്കുന്നതിനും ഈ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനും കുഞ്ഞിൻ്റെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ സമീപത്തുള്ള അംഗൻവാടികൾ വഴി ഇതിൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും അപേക്ഷാ കാര്യങ്ങളും ആവശ്യമായ ഉപദേശങ്ങളും ലഭിക്കും. അംഗൻവാടികളിൽ തന്നെ അപേക്ഷ പൂരിപ്പിച്ച് നൽകാം. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അംഗൻവാടി ടീച്ചർക്കുണ്ട്. ഈ പദ്ധതിയിലേക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പോർട്ടൽ സജ്ജമായി വരുന്നതായി കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ആനുകൂല്യം ലഭിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ആദ്യത്തെ പ്രസവത്തിൽ. സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലിയില്ലാത്ത ഏതൊരു അമ്മയാകാൻ പോകുന്ന സ്ത്രീക്കും അപേക്ഷ വയ്ക്കാം. ഈ പദ്ധതിയിൽ രണ്ടാമത്തെ ആനുകൂല്യം ലഭിക്കുന്നത് 2ാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ഉണ്ടാകുന്നതെങ്കിലാണ്. ആദ്യത്തെ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം. സമീപത്തുള്ള അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 2ാം ഗഡു അനുവദിക്കും. ആദ്യത്തെ ഗഡു 1000 രൂപയാണ്. 2ാമത്തെ ഗഡുവും 3ാമത്തെ ഗഡുവും 2000 രൂപ വീതമാണ്. മൊത്തത്തിൽ 5000 രൂപയാണ് ലഭിക്കുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനാവശ്യമായ വാക്സിനേഷനുകൾ, ബർത്ത് രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയായ ശേഷമാണ് അവസാനത്തെ ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന സ്കീമിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ MCP കാർഡ്, അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ലഭിക്കും. ഈ കാർഡിൽ ബന്ധപ്പെട്ട പരിശോധനാ രേഖകൾ ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള കോളമുണ്ട്. കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആധാർ കാർഡ്, അമ്മയാകാൻ പോകുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും, പരിശോധനാ റിപ്പോർട്ടുകൾ, റേഷൻ കാർഡിൻ്റെ കോപ്പി, മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ, പൂരിപ്പിച്ച അപേക്ഷാ ഫോം എന്നിവയുമെല്ലാം ഇതിൻ്റെ പ്രധാന രേഖകളാണ്. ഇവയെല്ലാം സമർപ്പിച്ച് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ലഭിക്കുന്നതാണ്.